സോ ഹായ്, കുറച്ച് കാലമായി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് കാലമല്ല, ഞാൻ വീഡിയോ അധികം ഇട്ടിട്ടില്ല. ആകെ ഇട്ടത് ലാസ്റ്റ് ഒരു ഓറിയാമയുടെയാണ്. അതിന് നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. പക്ഷെ അതിനുശേഷം വീഡിയോ ഇടാൻ ടൈം കിട്ടിയില്ല. സോ ഇപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫേക്ക് എയർപോഡിൻ്റെ അൺബോക്സിങ്. ഓക്കെ, സോ ഞാൻ ഫേക്കാണെന്ന് അറിയാതെ വാങ്ങിച്ചൊരു എയർപോഡാണ്. എനിക്ക് വാങ്ങിക്കുമ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫേക്കാണെന്ന്. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്കിത് ഫേക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാൻ കുറേ മെത്തേഡ് നോക്കി, പക്ഷേ പ്രോപ്പറുള്ളൊരു വഴിയും കണ്ടില്ല. സോ ഞാൻ ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി. അപ്പോൾ അതിനെനിക്ക് കറക്റ്റായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തന്നു, ഫേക്കാണോ ഒറിജിനലാണെന്ന് ഐഡൻറ്റിഫൈ ഉള്ളത്. സോ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസാണ്. പിന്നെ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത്, അതായത് നമുക്കിത് ഫേക്കാണ് ചീപ്പായിട്ട് കിട്ടുകയാണെന്ന് അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ജസ്റ്റ് വാച്ച് ഇറ്റ്. സോ ഇതാണ് ഫേക്ക് എയർപോഡ്. ഇതാണ് ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത എയർപോഡ് പ്രോ. ഓക്കെ, ഇത് ആക്ച്വലി ഫേക്കാണ്. അത് പറ്റേണ്ടതൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് ഫേക്കാണോ ഒറിജിനലാണെന്ന് കണ്ടുപിടിക്കുന്നത്. കാരണം ഞാനിതിനു മുമ്പ് എയർപോഡ് പ്രോ അൺബോക്സ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ബോക്സിങ്ങിന് ഒന്നിരിക്കില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ബോക്സ് ഇതേപോലെ ആയിരിക്കും. ഈവൻ ഒറിജിനൽ ബോക്സ് പോലും ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക. എല്ലാം എക്സാക്ട് സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ഇഫ് ഇറ്റ് ഈസ് ഒറിജിനൽ ഓർ ഫേക്ക്. ഞാനത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതുപോലത്തെ ഫേക്ക് ഐറ്റംസ് ആരും വാങ്ങിക്കരുത്. ഈവൻ ഇവിടെ കാണുന്ന ഈ സീരിയൽ നമ്പർ ആപ്പിളുടെ സൈറ്റിൽ കയറി അടിച്ച് നോക്കിയാൽ ഇതിനിപ്പോഴും വാറണ്ടി കാണിക്കുന്നുണ്ട് ടിൽ സെപ്റ്റംബർ. സോ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതൊക്കെയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയത്. അറിയാത്തത് എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ചെക്ക് ചെയ്യാം. സോ സംഭവം ഫേക്കാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് ആപ്പിളുടെ ഒറിജിനലാണെന്നുണ്ടെങ്കിൽ രണ്ട് പൊട്ടി കഴിഞ്ഞാൽ തന്നെ ഈ സംഭവം തുറന്ന് വരേണ്ടതാണ്. പക്ഷേ ഇത് വരുന്നില്ല. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്താണ്. നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുന്നുള്ളൂ. സോ തുറന്നു കഴിഞ്ഞാൽ ആപ്പിളുടെ ബുക്ക് കിട്ടും. ഇതിനകത്ത് സ്റ്റിക്കറൊന്നുമില്ല. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി പറയാൻ കഴിഞ്ഞത് ഒറിജിനലിലെ ഈ ആണ് ഇങ്ങനെ എയർപോഡ് പ്രോ എന്ന് എഴുതിയിട്ടുണ്ടാകുക. പക്ഷേ ഇത് ഈവൻ ഫേക്കായിട്ട് കൂടെ എയർപോഡ് പ്രോ, അതായത് ആപ്പിളിൻ്റെ എക്സാക്റ്റ് മാനുവൽ പോലെ തന്നെയാണ് ഇതിൽ തന്നിരിക്കുന്നത് എല്ലാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ പിന്നെ ഇത് നമ്മുടെ എയർപോഡ് അവിടെ ഇരിക്കട്ടെ. ബാക്കി ഞാൻ കാണിച്ചിട്ട് ബോക്സിൽ വരുന്നു. കേബിളുണ്ട്. കണ്ടാൽ ആപ്പിളിൻ്റെ ഒറിജിനൽ കേബിളാണെന്ന് തോന്നുള്ളൂ. അത് കൂടാതെ എക്സ്ട്രാ ഇയർ ടിപ്സും തരുന്നുണ്ട്. അതും എക്സാക്റ്റ് ആപ്പിളുടെ ഒറിജിനൽ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. സോ പാക്കേജ് ഇതൊന്നും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇതാണ് എയർപോഡ്. ഇതിൽ എല്ലാം എന്താ പറയുക, ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ USA എന്നായിരിക്കും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതിൽ ചിലപ്പോൾ അസംബിൾഡ് ഇൻ ചൈന ആയിരിക്കും ഇതിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫീലെല്ലാം ഒറിജിനൽ പോലെ തന്നെയാണ്. ഈവൻ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിനകത്ത് വരുന്ന പോപ്പ് പോലും വരുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് കറക്റ്റായിട്ട് അത് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഒറിജിനൽ ഇവിടെ ആ ഓപ്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇത് കണ്ടില്ലേ, ചാർജിൻ്റേത് ഇത് കാണിക്കുന്നുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ, ഓഫ് ട്രാൻസ്പെറൻസി, ഇതെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലായത് ഫേക്കിൽ നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ആകുന്നില്ല, ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഇവൻ സ്പേഷ്യൽ ഓഡിയോ അടക്കം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. ഫേംവെയർ അടക്കം കാണിക്കുന്നുണ്ട്. ഈ ഫേംവെയർ നമുക്ക് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് ആക്ച്വൽ എയർപോഡിൽ സെയിം ഫേംവെയർ വരുന്നുണ്ട്. പക്ഷേ ആ ഫേംവെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഇത് കണ്ടല്ലേ, വാറണ്ടി ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ടിൽ 27 സെപ്റ്റംബർ 2023. സോ ഞാൻ ഈ ഹെഡ്സെറ്റുമായിട്ട് ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി. ഞാൻ അവരോട് പറഞ്ഞു
ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അവർക്ക് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഫേക്കാണ്. സോ ഞാൻ അവരോട് ചോദിച്ചു, അവർ എനിക്ക് പറഞ്ഞത് ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോ നമുക്കിത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു. സോ അവർ എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഈ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ഫീൽ ഒറിജിനലിൻ്റെ കുറച്ചുകൂടെ ഫേമാണ്. അത് അവർ എനിക്ക് ഒറിജിനൽ വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ഒന്നും പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ ഫേമായിട്ടുള്ള കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഒറിജിനലിൻ്റെ. ഇത് അധികം ലൂസൊന്നുമല്ല. പിന്നെ മെയിനായിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇത് ഇവിടെ ഒരു ടോർച്ച് എടുത്ത് ഇതിലടിച്ച് നോക്കുക. ഇതിലടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിലൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഒറിജിനലാണ് അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ഇതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യും. അവിടെ ഒരു നമുക്കുള്ളിലൊരു ഇൻറ്റേർണൽ ഒരു ആൻറ്റിന പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഈ സൈഡ് മാത്രം ചെറുതായിട്ട് ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ നമുക്ക് ഈ മേൽഭാഗത്ത് ആൻറ്റിന കാണാൻ പറ്റും. സോ അതാണ് സിമ്പിളായിട്ട് നമുക്ക് ഇത് ജെന്യൂൻ ആണോ അല്ലയോ എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതായത് ഇതിൻ്റെ ഈ രണ്ട് സൈഡായിട്ട് ഉള്ളിൽ ആൻറ്റിന ഉണ്ട്. ഇത് ഈ കേസിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ആൻറ്റിന പോലത്തെ ഒരു സംഭവമാണ്. അത് ആൻറ്റിന ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് ടോർച്ച് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. സോ അതാണ് സിമ്പിളായിട്ടുള്ള ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വഴി. സോ എനിക്കിത് ഒരു ഹിന്ദിക്കാരൻ്റെ ഞാൻ വാങ്ങിച്ചാണ്. സോ പുള്ളി ഒറിജിനലാണെന്ന് കൊണ്ടാണ് തന്നത്, പക്ഷേ ഇത് ഒറിജിനലല്ല. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒറിജിനലാണെന്ന് കൊണ്ട് വാങ്ങിച്ചൊന്നുമല്ല, പിന്നെ ഇതിന് ഒറിജിനൽ പ്രൈസ് കൊടുത്തു വാങ്ങിച്ചത്. എന്നാലും അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. സോ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല, പാട്ട് കേൾക്കാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആകുന്നുണ്ട്. പിന്നെ കോൾ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെടുക്കുകയാണെങ്കിൽ കൊള്ളാം, പക്ഷേ അത്ര എമൗണ്ട് കൊടുത്താൽ ഇത് ഞാൻ വാങ്ങിച്ച എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് നല്ല ഓപ്ഷൻസ് അതിലാണ്. സോ ഞാൻ പറയാതെ ഇങ്ങനത്തെ ഫേക്ക് വാങ്ങിക്കാതിരിക്കുക, വേറെ വല്ല ഓപ്ഷൻ നോക്കാം. ഓക്കെ, സോ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കണം. സോ എവിടെയെങ്കിലും ആപ്പിൾ എയർപോഡ് കുറഞ്ഞ വിലയ്ക്ക് തരാമെന്ന് പറയുമ്പോൾ അത് ഒറിജിനലാണെന്ന് കയറി വാങ്ങിക്കരുത്. പിന്നെ അത് അത്രയ്ക്ക് നല്ലതല്ല. ഇതിനേക്കാളും ഒരുപാട് ഓപ്ഷൻ എൻ്റെ ചാനലിൽ വേറൊരു വീഡിയോ ഉണ്ട്, ഒറിയാമോട്. ആ ഹെഡ്സെറ്റ് നല്ലൊരു ഹെഡ്സെറ്റാണ്. അതിൽ നോയ്സ് ക്യാൻസലേഷൻ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, ബാറ്ററി ബാക്കപ്പ് അടിപൊളിയാണ്, എല്ലാം കൂടെ അടിപൊളിയാണ്. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഓക്കെ, സോ ഇനി വല്ല ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.